ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ പറയാൻ പോകുന്നത് മാച്ച് നമ്പർ 11 KCLൻ്റെ മാച്ച് നമ്പർ 11 പറ്റിയാണ്. അപ്പോൾ ഇന്നത്തെ മത്സരം നടന്നിരുന്നത് കൊച്ചി ബ്ലൂ ടൈഗേഴ്സും തൃശ്ശൂർ ടൈറ്റൻസും തമ്മിലായിട്ടായിരുന്നു. ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ കൊച്ചി 188 റൺസാണ് 7 വിക്കറ്റ് നഷ്ടത്തിൽ 20 ഓവറിൽ സ്വന്തമാക്കാൻ സാധിച്ചു. നല്ലൊരു ടോട്ടലിന് കൊച്ചിക്ക് പടുത്തുയർത്താൻ സാധിച്ചു. കൊച്ചിയുടെ നെടുന്തൂണായത് സഞ്ജു തന്നെയാണ്. സഞ്ജു 89 റൺസ് സ്വന്തമാക്കി. സഞ്ജുവിൻ്റെ ഒരു വെടിക്കെട്ട് ഇന്നിങ്സ് തന്നെയായിരുന്നു ഇന്നത്തെ മത്സരം. 46 ബോളിലാണ് സഞ്ജുവിൻ്റെ 89 എന്നുള്ള ഒരു ടോട്ടൽ എടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്. ഇതിനകത്ത് 9 സിക്സും 4 ഫോറും അടക്കമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇന്നിങ്സ് വന്നിരുന്നത്. തുടർന്ന് വന്ന മുഹമ്മദ് ഷാനു 24 റൺസ്, നിഖിൽ 18 റൺസ്, ആലി ഫ്രാൻസിസ് 22 റൺസ് സ്വന്തമാക്കി. അങ്ങനെ ടോട്ടൽ 188 എടുക്കാൻ തൃശ്ശൂർ ടൈറ്റൻസിനെതിരെ 188 റൺസ് എന്നുള്ള നല്ലൊരു സ്കോർ എടുക്കാൻ കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സിനായി. തൃശ്ശൂരിന് വേണ്ടി ബോളിംഗ് നിരയിൽ കുന്തവനയായത് അജ്നാസാണ്. അജ്നാസിൻ്റെ 5 വിക്കറ്റ് മികവിലാണ് 188 കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ ഒതുക്കാനായത് എന്ന് പറയേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച ബോളിംഗ് തന്നെ ഈ ഒരു മത്സരത്തിനകത്ത് കാണാൻ സാധിച്ചു. 5 വിക്കറ്റ് സ്വന്തമാക്കി. അതുപോലെ തന്നെ ആനന്ദ് 1 വിക്കറ്റും സിബിൻ 1 വിക്കറ്റും സ്വന്തമാക്കി. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ തൃശ്ശൂരിന് വേണ്ടി അവരുടെ നെടുന്തൂണായി മാറിയത് അഹമ്മദ് ഇമ്രാൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് തന്നെയാണ് അവരുടെ കളി അവർക്ക് സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കളിച്ച കളി. 72 റൺസാണ് അഹമ്മദ് ഇമ്രാൻ സ്വന്തമാക്കിയത്. അതുപോലെ തന്നെ അക്ഷയ് മനോഹർ 20 റൺസും സിജോമോൻ 42 റൺസ് സ്വന്തമാക്കി. അർജുൻ 31 റൺസ് സ്വന്തമാക്കി. അങ്ങനെ അവസാന ബോളിൽ വാശിയേറിയ പോരാട്ടത്തിൽ അവസാന ബോളിലായിരുന്നു സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കി തൃശ്ശൂർ 189 എന്നുള്ള സ്കോർ എത്തിക്കാൻ അവർക്കായത്. അങ്ങനെ കളി സ്വന്തം പരിധിയിലാക്കാനും ഈ ഒരു മത്സരത്തിനകത്ത് ബ്ലൂ ടൈഗേഴ്സിനെ തകർത്ത് അവരുടെ മനോഹരമായ ഒരു ബാറ്റിംഗ് തന്നെ കാണാൻ സാധിച്ചു. അഹമ്മദ് ഇമ്രാൻ്റെ 72 റൺസ് നല്ലൊരു സ്കോർ തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് റൺ വേട്ടയിൽ ഒന്നാമത് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വീഡിയോ നമ്മൾ ചാനലോട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബൈ.